പാട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ജീവന്റെ ജനഹിതയാത്ര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി. ഇന്ന് ഞങ്ങൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അക്ഷരനഗരിയായ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലാണ് ഇന്ന് ജീവന്റെ ജനഹിതയാത്ര. നമുക്ക് കോട്ടയത്തേക്ക് പ്രവേശിക്കാം. കോട്ടയം നഗരത്തിന് വിശേഷണങ്ങൾ ഏറെയാണ്. അക്ഷരനഗരി, പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക സ്ഥലം എന്നറിയപ്പെടുന്ന കോട്ടയം, കൂടാതെ തിരുനക്കര മൈതാനം. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രസിദ്ധമായ തിരുനക്കര മൈതാനമാണ്. ഇവിടെയാണ് കേരള കോൺഗ്രസ് പിറവി കൊണ്ടത്. ജനഹിതയാത്ര അക്ഷരനഗരിയായ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെത്തുമ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ബെഞ്ചമിൻ ബെയ്ലിയെ മറന്ന് ജനഹിതയാത്രയ്ക്ക് പോകുവാനാവില്ല. മലയാളം അച്ചടിയുടെ പിതാവ്, വിശുദ്ധ ഗ്രന്ഥമായ ബൈബിൾ മലയാളത്തിലേക്ക് ആദ്യം വിവർത്തനം ചെയ്തയാൾ, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു, ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു എന്നിവയുടെ കർത്താവ്, അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജീവൻ ജനഹിതയാത്ര കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പ്രയാണം ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ജോസ് കെ മാണിയാണ് UDF സ്ഥാനാർത്ഥിയായി, കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയാണ് മത്സരിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായി LDFിലെ CPMന്റെ സുരേഷ് കുറുപ്പാണ് മത്സരിച്ചത്. 71,057 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ്, മണ്ഡലത്തിന്റെ ഏറ്റവും ചരിത്രപരമായ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജോസ് കെ മാണി ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണി തന്നെയാണ് മത്സരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയായി ജനതാദൾ എസിന്റെ മാത്യു ടി തോമസ് മത്സരിക്കുന്നു. BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്നും രാജിവെച്ച് സ്ഥാനാർത്ഥിയായിരിക്കുന്ന നോബൽ തോമസ് ആണ് മത്സരിക്കുന്നത്. ജീവൻ ജനഹിതയാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയെ കുളിരണിയിക്കുന്ന മീനച്ചിലാറ്റിന്റെ തീരത്താണ്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് മുത്തോലി ഗ്രാമപഞ്ചായത്തിലേക്കാണ്. മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് എമ്മിലെ ജോസ് കെ മാണി പ്രചരണം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ പ്രചരണ സ്ഥലത്തേക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി കേരള കോൺഗ്രസ് എമ്മിന്റെ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നത്. ലോക്സഭയിലേക്ക് ഇത് 3ാം മത്സരമാണ്. യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റായിരുന്നു. സാംസ്കാരികം, ടൂറിസം, ഗതാഗതം മേഖലയിലെ 5 പാർലമെന്ററി സ്ഥിരം സമിതി അംഗമായിരുന്നു. 167 രാജ്യങ്ങളുടെ സ്പീക്കർമാർ പങ്കെടുത്ത യോഗത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിലെ അംഗമായിരുന്നു. നിരവധി സാംസ്കാരിക സാമൂഹിക സംഘടനകളുടെ നേതൃത്വം വഹിക്കുന്ന അദ്ദേഹം മാനേജ്മെന്റ് ബിരുദധാരി കൂടിയാണ്. ശ്രീ ജോസ് കെ മാണി, എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെയുണ്ട്? നമ്മൾ 2ാം ഘട്ടത്തിലെ പത്തനംതിട്ടയിലേക്ക് കടക്കുകയാണ്. സ്ഥാനാർത്ഥിയുടെ പര്യടനമാണ്. ഈ ലോക്സഭാ മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജനത്തിലെ ഏറ്റുമാനൂർ പര്യടനം നമുക്ക് അവസാനിപ്പിച്ചു, നമ്മൾ തീർന്നു. 2 ദിവസം നീണ്ടു നിൽക്കുന്നതായിരുന്നു. ഇന്നിപ്പോൾ പാലായിൽ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത ഒരു 10-15 ദിവസത്തേക്ക് പര്യടന പരിപാടിയാണ്, സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടിയാണ്. നല്ല ഒരു ആവേശത്തോടു കൂടിയാണ് ജനങ്ങൾ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് 5 വർഷക്കാലം മുമ്പ് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പര്യടനമായിട്ട് പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ജനങ്ങൾ വന്ന് ഞങ്ങളെ സ്വീകരിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. താങ്കൾ ഇനിയും ജയിച്ചു വരികയാണെങ്കിൽ ഈ മണ്ഡലത്തിലേക്ക് നടത്താൻ ഉദ്ദേശിക്കുന്ന പുതിയ വികസന പദ്ധതികൾ ഇനി പൂർത്തീകരിക്കാനുള്ളത് എന്തൊക്കെയാണ്?
അതിനകത്ത് പ്രധാനമായും നമ്മുടെ കേന്ദ്രത്തിൻ്റെ പല പദ്ധതികളും ബൃഹത്തായ പദ്ധതികളാണ്, വൻ പദ്ധതികളാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 100 കോടിയുടെയും 50 കോടിയുടെയും 13 കോടിയുടെയും ഒക്കെ അതൊക്കെ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. അത് പ്രധാനമായും പൂർത്തീകരിക്കുക എന്നുള്ളത് ലഭിക്കുന്നത് നമുക്ക് സാങ്ഷൻ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ കഠിനാധ്വാനം എന്നതിന് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായും അത് പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും പ്രധാനമായിട്ടും അതായിരിക്കും പരിഗണന. പിന്നീട് അതോടൊപ്പം തന്നെ നമുക്കറിയാം പല ജനകീയ പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ കേന്ദ്രവും സംസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളാണ്. പലപ്പോഴും നമുക്ക് പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾ എപ്പോഴും സംസ്ഥാനവും കേന്ദ്രവും ത്രിതല പഞ്ചായത്തുമുള്ള പദ്ധതികളാണ്. തീർച്ചയായും അതും ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് മാത്രമല്ല, ഇന്ന് കാർഷിക മേഖലയിൽ നമുക്ക് യുവാക്കൾ ഇന്ന് അകന്നുകൊണ്ടിരിക്കൂ. യുവാക്കൾക്ക് യോജിച്ച നൂതന രീതിയിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങളും ഉണ്ടാകും. പുതിയ വികസന പദ്ധതികൾ എന്തൊക്കെയാണ് താങ്കളുടെ മനസ്സിലുള്ളത്? അതാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകമായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ നൂതന രീതിയിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഗ്രീൻ ഹൗസസ്, പോളി ഹൗസസ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ 75% സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്ക് അതിൻ്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് അത് ഫലപ്രദമായിട്ട് ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അങ്ങനെയുള്ള യുവാക്കളെ ഇതിലേക്ക് കൊണ്ടുവന്ന് കൂടുതൽ മനസ്സിലാക്കി കൊടുത്ത് കേന്ദ്രത്തിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അതുകൂടെ ഇതിലേക്ക് ലഭിച്ചുകൊണ്ട് നമുക്ക് വലിയൊരു മുന്നേറ്റം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് വേണം. അതിനുള്ളൊരു പരിഗണന തീർച്ചയായും അടുത്ത 5 വർഷത്തേക്ക് കൊടുക്കുന്നതായിരിക്കും. ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ആരാഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പാലായിൽ ഹോസ്പിറ്റലുണ്ട്, പക്ഷേ ഫെസിലിറ്റി ഇല്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം, സാധാരണ ജനങ്ങളോടാണ് ഞങ്ങൾ ചോദിച്ചത്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടൻ തന്നെ അവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട അവസ്ഥയാണ് വരുന്നത്. അതിന് എന്തായിരിക്കും പാലായിലെ ജനങ്ങൾ? പാലായിലെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏതാണ്ട് 30 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സാങ്ഷൻ ആയി കഴിഞ്ഞതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുക. അതൊരു ജനറൽ ഹോസ്പിറ്റലായിട്ട് ഇന്നിപ്പോൾ ഉയർത്തിയിട്ടുണ്ട്. തീർച്ചയായും അതൊക്കെ പൂർത്തിയായിരിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ജനങ്ങൾക്ക് പ്രയോജനകരമായി മാറും. എതിർ സ്ഥാനാർത്ഥി LDF-ലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് എതിർ സ്ഥാനാർത്ഥി. എങ്ങനെയുണ്ട്? അതുകൊണ്ട് എന്തെങ്കിലും താങ്കൾക്ക് ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വോട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് പോകും എന്നുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ട്? അല്ല, ഞങ്ങൾ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി മുന്നോട്ട് ഇപ്പോൾ ഈ പര്യടന പരിപാടിയായിട്ട് പോകുമ്പോൾ ആരാണ് അപ്പുറത്തെ സ്ഥാനാർത്ഥി ഒന്നും നോക്കാറില്ല. ഞാൻ നോക്കുന്നത് മറ്റൊന്നുമല്ല, ഐക്യജനാധിപത്യ മുന്നണി നോക്കുന്നത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിഞ്ഞു, ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പ്രാവർത്തികമാക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ 3 വർഷക്കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി ഭരണത്തിൽ ഈ സംസ്ഥാനത്ത് വന്നതിന് ശേഷം എന്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിഞ്ഞു, ഇത് മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ മറ്റൊരു എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു, ആരാണ് എന്ന് നോക്കേണ്ട കാര്യവുമില്ല. നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക. പൂർണ്ണ ആത്മവിശ്വാസമുണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഒരു തമ്പിങ് വിക്ടറി നേടിയെടുക്കും എന്നുള്ളത്. തീർച്ചയായും താങ്കൾ ഇനി പൂർത്തീകരിക്കാനുള്ള പദ്ധതികൾ പൂർത്തീകരിക്കട്ടെ. ജയിച്ചു വരികയാണെങ്കിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കട്ടെ എന്ന് ജീവൻ TV ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയത്തെ ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ ഖബറിടത്തിലും പള്ളിയിലുമാണ്. ഭരണങ്ങാനത്തുള്ള വിശുദ്ധ അൽഫോൻസാമ്മയുടെ പള്ളിയിൽ നിന്നും ജീവൻ ജനഹിത യാത്ര ഇനി പോകുന്നത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മാത്യു ടി തോമസിന്റെ പ്രചരണ സ്ഥലത്തേക്ക്. അദ്ദേഹം പാലാ മണ്ഡലത്തിൽ പ്രചരണം നടത്തുകയാണ്. അവിടേക്ക് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി ജനതാദൾ എസിന്റെ മാത്യു ടി തോമസ് മത്സരിക്കുകയാണ്. തിരുവല്ല MLA, മുൻ മന്ത്രി
ജനതാദൾ എസ് സംസ്ഥാന പ്രസിഡന്റ്. 1987 കേരള വിദ്യാർത്ഥി ജനതാ പ്രസ്ഥാനത്തിൽ സംസ്ഥാന പ്രസിഡന്റായിരിക്കുകയാണ് അദ്ദേഹം ആദ്യമായി MLA ആവുന്നത്. തിരുവല്ല മാർത്തോമ കോളേജിൽ നിന്ന് 2 വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി. 1991 അദ്ദേഹം തിരുവല്ല നിയമസഭയിൽ നിന്ന് പരാജയപ്പെട്ടെങ്കിലും 2006 അദ്ദേഹം MLA ആയി. പിന്നീട് ഗതാഗത മന്ത്രിയായി. പാർട്ടിയിലെ ചില അസ്വാരസ്യങ്ങൾ മൂലം അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവല്ലയിൽ നിന്ന് അദ്ദേഹം വിജയിച്ചു. ശ്രീ മാത്യു തോമസ്, വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ് LDF താങ്കളിലൂടെ ഇവിടെ നിറവേറ്റാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ എതിർ സ്ഥാനാർത്ഥിയും വളരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. എങ്ങനെയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വിജയപ്രതീക്ഷയുണ്ടോ? കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ അനുഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പറയുന്നത് പോലെ ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ദോഷപ്രവർത്തികളുടെ ദുരനുഭവം ഏൽക്കാത്ത ഒരൊറ്റ ഭവനം ഈ നാട്ടിലില്ല. ഒന്നെങ്കിൽ അത് റബ്ബറിൻ്റെ വിലയിടിവായി, മറ്റ് സ്ഥലത്ത് അത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിൽ ആശങ്കയായി, മറ്റെല്ലാ സ്ഥലത്തും ഗ്യാസിൻ്റെ വില, പെട്രോളിൻ്റെ വില എന്ന തരത്തിൽ ഇപ്പോൾ സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ഈ ഗവൺമെൻറ്റുകളുടെ ദുഷ്പ്രവർത്തികളുടെ മുഴുവൻ തിക്താനുഭവങ്ങൾ അനുഭവിച്ച ജനങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെയധികം വിജയസാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി കാണുന്നുണ്ട്. താങ്കൾ ജയിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന നിർദ്ദേശങ്ങൾ, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരവുമായി ബന്ധപ്പെടുത്തിയാണ്. അടിസ്ഥാനപരമായി മറ്റു കാര്യങ്ങളിലേക്ക് പോകണം. റെയിൽവേയുടെ പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ തന്നെ 2 വരി പാതയില്ലാത്ത ഏക പ്രദേശം കോട്ടയം നിയോജകമണ്ഡലം ആരംഭിച്ച് അവസാനിക്കുന്നിടത്താണ്. റെയിൽവേ സ്റ്റേഷൻ്റെ പ്രശ്നമുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നമുക്ക് വളരെ മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ പറയും, വികസനത്തിൻ്റെ മാനദണ്ഡം, അളവുകോൽ എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിത നിലവാരമാണ്. ജനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതാവുകയും വാങ്ങി ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങൾക്ക് വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നാട്ടിലെ സമ്പദ്ഘടന തകർക്കുമെന്ന് മാത്രമല്ല, ജനങ്ങൾക്കുള്ള ക്രയശേഷി നഷ്ടപ്പെടുത്തി അവരുടെ ജീവിത നിലവാരം മോശമാക്കുന്ന തരത്തിലേക്കാവും. അതുകൊണ്ട് വികസനത്തിൽ അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങൾ, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുകയും ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ടി വരുന്ന സാധനങ്ങൾക്ക് വില കുറയുകയും ചെയ്യുന്ന ഒരു സാമ്പത്തിക ഇടപെടലാണ് ഇവിടെ ആവശ്യം. അതിലായിരിക്കും മുൻഗണന കൊടുക്കുന്നത്. രണ്ടാമത് മുൻഗണന ക്രമത്തിൽ ഒരു 5 എണ്ണം ആദ്യത്തെ. പിന്നെ പ്രാദേശികമായി നടപ്പിലാക്കുന്നത്, പ്രത്യേകിച്ച് കോട്ടയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമായി സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. ലിറ്ററസിയുടെ കാര്യത്തിൽ വളരെ മുന്നിലാണ്. ഇവിടെ ലേക്കുണ്ട്, 3 L ഉണ്ടെന്നാണ് പറയുന്നത്. ലിറ്ററസി, ലേക്ക്, ലാറ്റക്സ്, ഈ മേഖലകളിലെല്ലാം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി മാറ്റണം. വിദ്യാഭ്യാസപരമായി വളരെയധികം സാധ്യതകളുണ്ട്. അതിനേതെല്ലാം തരത്തിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളത് പരിശോധിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ ലഭ്യമാക്കാവുന്ന മുഴുവൻ ലഭ്യമാക്കിക്കൊണ്ട് വേണം ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാൻ. തീർച്ചയായും താങ്കളുടെ ഈ മനസ്സിലുള്ള വികസന പ്രവർത്തനങ്ങൾ ജയിച്ചു വന്നാൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവന്റെ എല്ലാ ആശംസകളും. ിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ആവശ്യത്തിനുള്ള കുടിവെള്ളം വേണം, ഭക്ഷണം വേണം, മറ്റുള്ള വൈദ്യുതിൻ്റെ കാര്യങ്ങളുടെ അപ്പോൾ തന്നെ പാല ആശുപത്രിയിലെ നല്ല ഡോക്ടർമാർ വേണം. ഈ ജയിച്ചു പോണവർ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടോ? ജയിച്ചു പോകുന്നതിലൂടെ ആദ്യത്തെ റോഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി പ്രതീക്ഷയുണ്ടോ? ഇനി ജയിച്ചു വരുവാണെങ്കിൽ ഇദ്ദേഹം തന്നെ വരണോ അതോ വേറെ ഭരണമാറ്റം വേണോ? അല്ല, നല്ല ഭരണമായിട്ട് ആര് വന്നാലും പറ്റില്ല. കോട്ടയത്തെ ജനങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വികസനത്തിൻ്റെ കാര്യമാണ്. അതിപ്പോൾ നമുക്ക് ഇപ്പം ഇവിടെ പാലായിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അവിടെ പല ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പാലായിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാലം, അതുപോലെ തന്നെ പാലങ്ങൾ, പിന്നെ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ നമുക്ക് പോകാനും യാത്രക്കാർക്ക് പോകാനും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പാലങ്ങൾ വരുന്നതും വികസനം വരുന്നതും ഏറ്റവും നല്ലൊരു കാര്യമാണ്. പിന്നെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെയൊക്കെ പോകുന്ന ഒരു വികസനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ ഒരു വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അത് നല്ല ഒരാൾ വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടുന്ന് ജയിച്ചു പോകുന്നവര് വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇപ്പം നമ്മുടെ സീറ്റിംഗ് MP ജോസ് കെ മാണി കഴിഞ്ഞ 5 വർഷക്കാലം നല്ല വികസനമാണ് കോട്ടയത്ത് നൽകിയിട്ടുള്ളത്. അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കോട്ടയം ജില്ലയിൽ പാലായിൽ തന്നെ ഏകദേശം 10-16 പാലങ്ങൾ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്നും നമുക്ക് നൽകിയിട്ടുണ്ട്. AC കാറായി വന്നിട്ട് വേസ്റ്റൊക്കെ ഇട്ട് ഇതുകൊണ്ട് ഒരു സിനിമാടൻ്റെ ഷൂട്ടിങ്ങിൽ വന്നിരുന്ന പോലെ അങ്ങ് വന്ന് കരഞ്ഞിട്ട് അങ്ങ് പോകും. ഞങ്ങൾ ആ പുള്ളിയെ ഒരു പൊതുവേദിയിൽ കാണുന്നില്ല. പുള്ളി കാണുന്നവരെ കാണുന്നുണ്ട്, മാണിസാറിന്. അല്ല മകനെ ഞങ്ങളൊന്നും കണ്ടിട്ടില്ല 5 വർഷമായിട്ട്. ഒരു ഭരണമാറ്റം വേണം തീർച്ചയായും. ആരെല്ലാം ജയിച്ചാലും ഞങ്ങളെപ്പോലുള്ള ഈ പട്ടിണി പാവങ്ങൾക്ക് ഒരു രക്ഷയില്ല. അത് മാത്രം. ഇവർ ഈ വോട്ട് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. പോയിട്ട് എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ടോ? വികസന പ്രവർത്തനം ഇപ്പം പറയുകയാണെങ്കിൽ റോഡ് വികസനമല്ലേ ഇപ്പം നടക്കുന്നത്. ഇവിടെ റോഡ് വികസനമുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഇപ്പം നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് ഈ ഞാറിൻ്റെ ഈടിക്കൽ വഴിയൊക്കെ പോകണേ. ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്, പ്രായമായ പിള്ളേരെല്ലാം ഉണ്ട്. ഞങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നടക്കുന്നില്ല. ഞങ്ങൾക്ക് ഈ വീട് ഏറ്റവും അത്യാവശ്യം ഞങ്ങൾക്കൊരു വീടായിരുന്നു. ഇത് പുറമ്പോക്ക, റോഡ് പുറമ്പോക്ക. 2 സെന്റ് സ്ഥലവും വീടും ഞങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം അതായിരുന്നു. നിങ്ങൾ ഇവിടെ ഗവൺമെന്റിന് പരാതി എന്തെങ്കിലും കൊടുത്തിരുന്നോ? ഞങ്ങൾക്ക് പരാതി ഒന്നും കൊടുത്തില്ല. ഇവിടെ ഉണ്ടെന്നു ഭവന പദ്ധതിയുടെ ഉണ്ടായിരുന്നു. GMS ഭവന പദ്ധതിയുടെ ഒക്കെ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അന്നേരം പൈസ 25,000 രൂപയല്ലോ. അത് ഞങ്ങളെക്കൊണ്ട് കൂട്ടാൻ സാധിച്ചില്ല. നിവൃത്തിയില്ലായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് മേലാത്തൊക്കെ എന്നെ ഒരു ഭർത്താവ് മാത്രമേ ഉള്ളൂ. മേലാത്തൊരു കൊച്ചുണ്ട്, 25 വയസ്സുണ്ട് കൊച്ചിന് അസുഖം, പണിയെടുക്കാൻ വളർച്ചയില്ലാത്ത. ഇല്ലില്ല, പട്ടയൊന്നും ഇല്ലാത്ത. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പൈസ സ്വന്തമായിട്ട് കൈ കാശില്ല. 25,000 രൂപയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു സ്ഥലം മേടിക്കാൻ. ഇവിടെ എല്ലാം ഭയങ്കര വിലയാണ് സ്ഥലത്തിനൊക്കെ, നിവൃത്തിയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ ഇവർ 3 വീടുണ്ട്. ബാക്കി വീടൊക്കെ പോയി അവിടെയൊക്കെ എല്ലാവരും സ്ഥലമൊക്കെ മേടിച്ചു. എന്താണ് നിങ്ങൾ ഇപ്പോൾ പരാതി വല്ലതും കൊടുത്തിട്ടുണ്ടോ? പരാതി കൊടുത്തില്ല. ഇതുപോലെ പഞ്ചായത്തിൽ നിന്ന് മാറ്റി പാർപ്പിക്കാന്ന് പറഞ്ഞ് ഇത്രയും നാളുകളായിട്ടൊന്നും. ഇപ്പൊ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? ഇവിടെ താമസിച്ച് 10-25 വർഷമായി. ആണോ? പട്ടയൊന്നും കിട്ടിയിട്ടില്ല? പട്ടയൊന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവരിപ്പോ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അറിയില്ല. ഞങ്ങൾ കുറച്ച് വീട്ടുകാരല്ലേ, പൈസ ചേർക്കാൻ പറ്റാവുന്നവർ വേറെ സ്ഥലം പഞ്ചായത്തിൽ നിന്നും പൈസയും കൂട്ടി വേറെ സ്ഥലം വാങ്ങിച്ച് മാറിപ്പോയി. ഞങ്ങളെപ്പോലെ കുറച്ച് പേര്. ഇപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അസുഖക്കാരൊക്കെയായിരുന്നു. എനിക്ക് അതിൽ അറ്റാക്കും വന്ന് അങ്ങനെയൊക്കെ വന്ന് ഗുളികയും മരുന്നൊക്കെ ആയിട്ട് കിട്ടിയ. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ പുറമ്പോക്കിൽ താമസിക്കുന്ന സാധാരണ ജനങ്ങളുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിറവേറ്റാൻ സാധിക്കുന്നില്ല എന്ന് ഇവർ പരിഭവം പറയുകയാണ്. ഏതായാലും ജയിച്ചു വരുന്ന ജനപ്രതിനിധികൾ ഇത് കേൾക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് ജീവൻ ടിവിയുടെ ഉപഹാരം ഞങ്ങൾ നൽകുകയാണ്. ഇവിടങ്ങളിലൊക്കെ മെയിനായിട്ട് റബ്ബർ വില കുറവ്, അതൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാണ്. പിന്നെ ഇപ്പം ആ സാധനങ്ങൾക്കെല്ലാം വില കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ. ഈ ജയിച്ചു പോകുന്നവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഈ മണ്ഡലത്തിലേക്ക്? ജോസ് കെ മാണിയൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹൈവേയുടെ വലിയ റോഡൊക്കെ പണിതിട്ട് പാലായിലൊക്കെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആര് ഭരിച്ചാലും വില എന്തൊരു മാറ്റമുണ്ടോ? ഏത് ഭരണം ഉണ്ടായാലും വില മുകളിലേക്ക് പോയില്ലേ? പെട്രോളിനും ഡീസലും ഒക്കെ ആഴ്ച വില കൂടിയില്ലേ? എന്നിട്ടത് മുകളിലിരിക്കുന്ന ആൾ പറയുന്നത് കൂട്ടി വില ഒരു കാരണവശാലും കുറയ്ക്കുകയല്ല. പിന്നെ എന്താ പറയണ്ടേ? ഇവിടെ എന്നാ വെച്ചാൽ രാഷ്ട്രീയം കൊള്ളിയല്ല. ഇവിടുത്തെ ജനാധിപത്യം തന്നെ ശരിയല്ല. കറക്റ്റായിട്ട് പറഞ്ഞു തരാം. കോൺഗ്രസ് കയറിയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കയറിയാലും ഏത് പാർട്ടിക്കാർ കയറിയാലും ഇവിടെ കോൺഗ്രസ് ഏത് പാർട്ടിയാണെങ്കിലും ഒരു ശരിയല്ല. ഒന്നാമത് പട്ടാള ഭരണം വേണം. വരുവാണോ? വേണേ ഏറ്റവും നല്ലത് തന്നെ പട്ടാള ഭരണം തന്നെ ഇവിടെ വരണം. എന്നാലും ഇവിടുത്തെ ഇത് ശരിയാവുള്ളൂ. ജനാധിപത്യം ഇവിടെ ജനാധിപത്യം ജനിച്ചു തന്നെ വളർന്നേക്കുന്നതാണ്. അല്ല പിന്നെ നെഹ്റു കുടുംബം പോലെ ആകണം. മനുഷ്യന് വിലയില്ല. എന്നാ പണം എന്നാ ഒന്നും ചെയ്യാം. അത്രയും വിലക്കയറ്റം ഭയങ്കരമാണ്. പെട്രോളിന് വില കൂടുന്നു, ഇത് കൂടുന്നു. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാരിക്കോരി കൊടുക്കുന്നു. പെൻഷൻ കൂടുതൽ കൊടുത്തിരിക്കുന്നു. ആവശ്യമില്ലാതെ ഒരുപാട് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പെൻഷൻ സമ്പ്രദായം ആദ്യം തന്നെ നിർത്തലാക്കണം. സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാവുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനമാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കുടിവെള്ളം, വിലക്കയറ്റം രൂക്ഷമാകുന്ന ഈ അവസ്ഥയിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തന്നെയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രതികരണം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ജീവൻ ജനഹിതയാത്ര കണ്ട വേറിട്ട കാഴ്ചയിലേക്ക്. ജീവനുള്ള സംസാരിക്കുന്ന 2 ഇല.
ലോക്സഭാ മണ്ഡലത്തിൽ 2 ചിഹ്നത്തിലാണ് ജോസ് കെ മാണി UDFന്റെ സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണി മത്സരിക്കുന്നത്. ഇവിടുത്തെ വേറിട്ട കാഴ്ചയിലേക്ക്. ജോസ് കെ മാണിയുള്ള സ്നേഹത്തിന് പുറത്താണ് ഞാൻ ഈ 2 ഇറക്കിയിരിക്കുന്നത്. 10 അടി പൊക്കവും 6 അടി വീതിയുമുള്ള ഈ 2 നമ്മുടെ സ്വന്തം കോട്ടയത്തിന് ഏറ്റവും കൂടുതൽ വികസനം നൽകിയ 209 കോടി മിച്ചം രൂപ കോട്ടയം ജില്ലയിലേക്ക് അനുവദിച്ചു തന്ന ജോസ് കെ മാണിയോടുള്ള സ്നേഹത്തിന് പുറത്താണ് ഞാൻ ഇന്ന് ഈ 2 ഇറക്കിയിരിക്കുന്നത്. ജോസ് കെ മാണി തീർച്ചയായിട്ടും നല്ലൊരു ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. എങ്ങനെയുണ്ട് ഈ 2 കൊണ്ട് പ്രയോജനമുണ്ടോ? ഇത് വിജയിക്കുമോ? തീർച്ചയായിട്ടും 2 കൊണ്ട് ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. കാര്യം ജോസ് കെ മാണി ഈ കോട്ടയം ജില്ലയോട് ചെയ്തു കൊടുത്ത അത്ര ഉപകാരങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോസ് കെ മാണി ജയിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും എല്ലാ വിജയാശംസകളും നേരുന്നു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ജീവന്റെ ജനഹിതയാത്ര ഇവിടെ പൂർത്തിയാവുകയാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വികസന നിർദ്ദേശങ്ങളും ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു. ഇനി ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി നാളെ